നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഞാൻ നിങ്ങളോട് 4 ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലെ ബുദ്ധി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഒരാൾ മാസം 5000 വെച്ച് SIP ഇൻവെസ്റ്റ് ചെയ്യാണ്, ഒരു 15% റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുക. ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും അദ്ദേഹം 6 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ 10 കൊല്ലത്തിന്റെ അവസാനം 6 ലക്ഷം എത്ര രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും നിങ്ങൾക്കൊന്ന് ആലോചിക്കാമോ? ഇതാണ് ഓപ്ഷൻസ്. യെസ്, 13.15 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ചോദ്യം, സെയിം ഇൻവെസ്റ്റ്മെന്റ് സെയിം എമൗണ്ട്, പക്ഷേ 20 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യണം. 20 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് മൊത്തം 12 ലക്ഷം രൂപയായിരിക്കും. ഈ 12 ലക്ഷം രൂപ എത്ര രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് ആലോചിക്കാം. 66 ലക്ഷം രൂപയായിട്ടും മാറിയിട്ടുണ്ടാവും. മൂന്നാമത്തെ ചോദ്യം, സെയിം എമൗണ്ട് സെയിം റിട്ടേൺസ്, പക്ഷേ 30 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് അയാൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അദ്ദേഹം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? 18 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ 18 ലക്ഷം രൂപ എത്ര രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും? ഏകദേശം 2.8 crores ആയിട്ട് മാറിയിട്ടുണ്ട്. നാലാമത്തെയും ഫൈനൽ ചോദ്യം, നേരത്തെ മൂന്നാമത്തെ ചോദ്യമായിട്ട് സെയിം തന്നെയാണ്. 5000 വെച്ച് എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നു, 30 കൊല്ലത്തേക്ക് 15% റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിൽ, പക്ഷേ 10% ആനുവൽ സ്റ്റെപ്പ് അപ്പ് വെച്ചിട്ട്. അതായത് ഒരു കൊല്ലം 5000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അടുത്ത കൊല്ലം 5500, അങ്ങനെ. അപ്പോൾ 30 കൊല്ലത്തിൻ്റെ അവസാനം ഇദ്ദേഹം 98 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ 98 ലക്ഷം രൂപ എത്ര രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും നിങ്ങൾക്കൊന്ന് ആലോചിക്കാമോ? 6.3 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ 5000 രൂപ ചെറിയൊരു തുകയാണ്, ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് എനിക്ക് ഇതേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശക്തി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല.